ഒരുപാട് കാലമായിട്ട് മോർണിംഗ് കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ലുലു മോൾ. ബാംഗ്ലൂർ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം അത് ഒരുപാട് ദൂരമാണ്. സ്പെഷ്യലി അവനെ ഫൺ ടൂറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ പോകുന്നത്, വീഡിയോ ചെയ്യുന്നതല്ല പോകുന്നത്. ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിലൊക്കെ കിടന്നതിന് ശേഷം ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൺ ടൂറിൽ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ റിവ്യൂവിന് ശേഷം നേരെ പാലക്കാടുള്ള കണ്ണാടിയിലുള്ള ലുലു മോളിലാണ് പോയത്. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, അടുത്താണ്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് മിസ് ചെയ്യണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ലുലുവിലേക്ക് പോയി. ഏകദേശം 3 o'clock കൂടെയാണ് എത്തിയത്. അതുകൊണ്ട് നല്ല വിശപ്പായതുകൊണ്ട് നേരെ വെച്ച് പിടിച്ചത് ഫുഡ് കോർട്ടിലേക്കാണ്. ഞാനും ലുലുവിലേക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് പോകുന്നത്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ലുലുവിൽ പോകുന്നത് കേട്ടോ. ഞങ്ങൾ നേരെ ചിക്കൻ മില്ലിലേക്കാണ് പോയത്. ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നേരെ ഓപ്പോസിറ്റ് ഫൺ ടൂർ ആയതുകൊണ്ട് അവന് അതിലേക്കുള്ള കോൺസെൻട്രേഷൻ ആയിരുന്നു. പിന്നെ മോളെയൊക്കെ പിടിച്ചുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈവൻ ഫുഡ് കോർട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കിങ് ആയിട്ടും നോർത്തേൺ എക്സ്പ്രസ് ആയിട്ടും പിന്നെ വന്നിട്ട് അപ്പ് ടൗൺ ആയിട്ടൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് ഈ ചിക്കൻ്റെ ഇങ്ങനത്തെ ക്രഞ്ചി ഐറ്റംസ് കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഓർഡർ ചെയ്തത്. പിന്നെ നേരെ ഞങ്ങൾ കഴിച്ചിട്ട് ഫൺ ടൂറിലേക്കാണ് പോയത്. അവന് കഴിക്കണ്ട, ഓട്ടുകയാണ് അങ്ങോട്ട് കേട്ടോ. അത്രയും നേരം. പക്ഷെ നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. ഇവരുടെ കാർഡുകൾ വരുന്നത്, നമ്മളിപ്പോൾ ഫൺ ടൂറിയുടെ കാർഡ് വരുമ്പോൾ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് എല്ലാ ലുലുവിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ കാർഡ്, 1 ടൈം കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ലുലുവിലും യൂസ് ചെയ്യാൻ പറ്റും. 500 rupees മുതലുള്ള ചാർജസാണ് വരുന്നത്. ഞങ്ങളൊരു 1000 രൂപയുടെ ചാർജസ് എടുത്തു. അത് മൊത്തം കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു 60 രൂപ, 80 രൂപ, 100 രൂപ അങ്ങനെയൊക്കെയാണ് ഓരോ ഗെയിംസിൻ്റെ ചാർജസ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വേർത്താണ്. പക്ഷേ ഞങ്ങൾ ഒരുപാട് കളഞ്ഞത് ഈ പിക്കിങ് ചെയ്യുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതിന് 100 രൂപയാണ് പ്രൈസ് ഉണ്ടായിരുന്നത്. അത് ഓൾമോസ്റ്റ് അതിനകത്ത് തന്നെ പോയി 300 രൂപയോളം. അത് ഞങ്ങൾ സേവ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഗെയിംസ് കളിക്കാമായിരുന്നു. ഈവൻ നമുക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഗെയിംസ് കളിച്ച് നോക്കാൻ തോന്നും. അവൻ ബൈക്ക് റേസ്, കാർ റേസ്, പിന്നെ ഈ പിക്കിങ് ഗെയിംസ്, പിന്നെ എന്തൊക്കെയോ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. കൂടെ ഇപ്പോൾ ഏട്ടനും കുറേ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും അവൻ്റെ കൂടെ ടേബിൾ ടെന്നീസ് പോലത്തെ ഉള്ളതൊക്കെ കളിച്ചു. നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലുലുവിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ലൈക്ക് ലുലു കണക്റ്റ്, ലുലു ഫാഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവനോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ടോയ് സെക്ഷനിൽ കൊണ്ടുപോകാമെന്നുള്ളത്. അത് ലുലു കണക്റ്റിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ലുലു കണക്റ്റ്, ലുലു ഫാഷൻ വഴി അങ്ങനെ പോയി. ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു മറ്റേ ലുലു സ്റ്റോഴ്സ്, ഗ്രോസറി സ്റ്റോഴ്സ് വന്നിട്ട്. അവിടെയൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വെച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെയിനായിട്ട് ഫൺ ടൂർ എക്സ്പ്ലോർ ചെയ്യണം, അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വെരി ക്യൂട്ടായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഒരു കുട്ടികൾക്ക് പറ്റിയൊരു സ്ഥലം കേട്ടോ. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 600 രൂപ 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലം മൊത്തം കളിക്കാൻ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. വേറെ കൈൻഡ് ഓഫ് ഗെയിംസൊക്കെയാണ് അവർക്ക് എക്സ്പ്ലോറിങ് ചെയ്യാൻ പറ്റുക. ഇവിടെ പറഞ്ഞിട്ട് റേസിങ്ങും ബാസ്കറ്റ് ബോളും പിന്നെ മറ്റേ എന്താ പറയുക പിക്കിങ് ഗെയിംസും അങ്ങനത്തെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അതേ കണ്ടിട്ടില്ല, പേട്ടനും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. മോളും ആണെങ്കിൽ കുറേ കണ്ട് രസിച്ച് വന്നു എന്നുള്ളതാണ് സത്യം. അവൻ്റെ ആ ഒരു സന്തോഷം നോക്കൂ. കാരണം ഇനിയിപ്പോൾ ഇവിടെ ലുലുവിൽ പോകാനൊക്കെ പറ്റുമോയെന്ന് എനിക്കറിയില്ല. വൺസ് ഇൻ എ വൈൽ നമുക്ക് പോവാം. കുട്ടികളെ ഗെയിംസൊക്കെ കണ്ടാൽ എൻജോയ് ചെയ്യിപ്പിക്കാം. അവരുടെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ഏറ്റവും ഹാപ്പി തരുന്നൊരു കാര്യമല്ലേ. ഫൺ ടൂർ എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. സത്യം പറഞ്ഞാൽ കയ്യിൽ കുട്ടികളൊന്നുമില്ലെങ്കിൽ നമുക്ക് കൂടെ കുറേ ഗെയിംസൊക്കെ കളിക്കായിരുന്നു എന്നാണ് എൻ്റെ മൈൻഡ് സെറ്റ് പോയത്. അതിന് പറ്റിയില്ല. അവളെ ഒരാളെടുത്ത് നടക്കുക തന്നെ വേണ്ടേ, വേറെ വഴിയില്ലല്ലോ. അവർ രണ്ടുപേരും കൂടെ വലുതായ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു കളിക്കാം, ഒരു വൺസ് ഇൻ എ വയലൊക്കെ വന്ന് കളിക്കാൻ പറ്റിയൊരു സ്ഥലം. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾ നേരെ പിന്നെ അത് കഴിഞ്ഞിട്ട് പോയത്
ഡ്രസ് സെക്ഷനിലേക്കാണ്. ഡ്രസ് സെക്ഷനിൽ പക്ഷേ നിറയെ ഓഫറുകളുണ്ടായിരുന്നു. 50%, 20% ഓഫറൊക്കെ. കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ, കയറി ഉടനെ ഇവളുടെ ഒരു തൊട്ടി ലുലു സ്റ്റോറിൽ വന്നിട്ട് ക്രാഡിലുണ്ടായിരുന്നു. എന്തൊരു രസമാണ്. ഞങ്ങൾ പക്ഷെ കുറേ നോക്കി സ്റ്റാഫിനെയൊക്കെ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെരി കംഫർട്ടബിളാണ്. നമുക്കത് വേണമെങ്കിൽ മേ ബി ഒരു 4-5 ഇയേഴ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ലുലു സ്റ്റോറിൽ വരാൻ കാരണം തന്നെ ഇത് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. ടോയ്സ് വാങ്ങണം. അവൻ്റെ അടുത്ത് ഞങ്ങൾ ടോയ്സ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടോ, അവൾ പാവം കയ്യിലെടുത്ത് നടന്ന് കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി, മേലുവേനയൊക്കെ ആയിപ്പോയി. അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇടയിൽ തൊട്ടിയിൽ കിടത്തി. ഇതിങ്ങനെ ലുലുവിൻ്റെ ഓഫേഴ്സൊക്കെ ഞാൻ നോക്കി. 299 ടോപ്സൊക്കെ, നല്ല ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ മറ്റേ ടോയ് സെക്ഷനിലേക്കാണ് പോയത്. പക്ഷേ ടോയ് സെക്ഷനിൽ എനിക്ക് 50% ഓഫുള്ള കുറേ ഐറ്റംസ് കണ്ടു. മേ ബി എനിക്ക് അത് യൂസ്ഫുള്ളായി തോന്നിയില്ല. കാരണം അവൻ്റെ കയ്യിലുള്ള ഒരുപാട് ഐറ്റംസാണ് അതിൽ കണ്ടത്. പക്ഷേ ഒരുപാട് ഓപ്ഷൻസും ഉണ്ടായിരുന്നു 50%-നുള്ള ടോയ്സൊക്കെ. കാരണം ഗണ്ണും ഇങ്ങനത്തെ സാധനങ്ങളും, പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള ഐറ്റംസൊക്കെ. അത് അവൻ്റെ ഏജ് കുറച്ചും കൂടെ കുറഞ്ഞു. റിമോട്ട് കാറും ഒരുപാടുള്ളത് കൊണ്ട് ഈ ബർത്ത്ഡേക്കൊക്കെ കിട്ടിയിട്ട് അത് തന്നെ ഒരുപാട് അവിടെ ഇവിടെയും കടന്ന് ഇതാവുന്നതുകൊണ്ട് ആസ് എ മോം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ് ടു 50% സെയിൽ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ടോയ്സോ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് ആയിരുന്നു. സ്കൂട്ടിയൊക്കെ നല്ല രസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഐറ്റംസും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അവൻ തിരഞ്ഞ് നോക്കി വാങ്ങിച്ചു. ഒരു 2 ഐറ്റംസ് വാങ്ങിച്ചു. അവന് ഒരു ബോട്ട് പോലത്തെ സാധനം വാങ്ങിച്ചു. 2-in-1 പോലെ. മോൾക്കും അവൾക്കും വേണ്ടിയിട്ടുള്ളൊരു ബോട്ട്, അവനും വേണ്ടിയിട്ട് പറ്റിയൊരു ബോട്ടും ഒരു ഡൈനോസർ സെറ്റും വാങ്ങിച്ചു. കുഴപ്പമില്ലാത്തൊരു റേറ്റായിരുന്നു. എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന കാർ സീറ്റ് മുതൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഡൈനിങ് സീറ്റും കാര്യങ്ങളും വേണ്ടുന്ന എല്ലാ ഐറ്റംസും, ന്യൂ ബോൺസ് തൊട്ടുള്ള എല്ലാ ഐറ്റംസും, ടോയ്സ് ഐറ്റംസൊക്കെ ഉണ്ട്. ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇവന് ഓൾറെഡി ഉള്ള കാറുകളൊക്കെ ബഡ്ജറ്റീവായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഇതേ ലുലു കണക്കിൽ പോയിട്ട് ഞങ്ങൾ അവസാനം ബില്ല് ചെയ്തു. അവസാനം വേണ്ട സാധനങ്ങൾ തന്നെ വേണം പറയുമ്പോൾ ഞങ്ങൾ അവരെ ചീത്ത പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഒരു 2-3 അവേഴ്സിൽ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹവും കഴിഞ്ഞു ലുലുവിൽ പോകാമെന്നുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷം ലുലു പോയ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ ഡിസംബറിൽ നാട്ടിൽ പോയപ്പോഴൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ടൈം കിട്ടിയില്ല അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുഞ്ഞു ഞങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ വിശന്നപ്പോൾ എനിക്ക് ഷവർമ്മ കഴിക്കാനൊരാഗ്രഹമായിട്ട് ഷവർമ്മയും കൂടെ കഴിച്ചു. എനിക്ക് പക്ഷെ അത് ഓക്കെ ആയിട്ടേ തോന്നിയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള വ്ളോഗ്സൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. അതുമായിട്ട് വരാം. അപ്പോൾ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.